മലയാള സിനിമ അതിൻ്റെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ചെറിയ ബജറ്റിൽ നല്ല കണ്ടന്റുകളുമായി ഇറങ്ങുന്ന ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മലയാളം ഇതര ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ചില കാര്യങ്ങൾ പറയാൻ കാണിക്കുന്ന ധൈര്യത്തിലാണ്. അങ്ങനെ ഒരു കണ്ടന്റ് കൊണ്ട് തന്നെയാണ് ലിറ്റിൽ ഹേർട്സ് വ്യത്യസ്തമാകുന്നത്. ഇന്ന് സംസാരിക്കാനുള്ളത് ഏറ്റവും പുതിയ ഈ ഷൈൻ നിഗം ചിത്രത്തെക്കുറിച്ചാണ്. വ്യത്യസ്തമായ 3 പേരുടെ പ്രണയവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. ബേബിയും മകൻ സിബിയുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഭാര്യ മരിച്ച ബേബിയും മകനും കൂട്ടുകാരെ പോലെയാണ്. കൂട്ടുകാരനായ തോമസിൻ്റെ തോട്ടത്തിൻ്റെ നടത്തിപ്പുകാരൻ കൂടിയാണ് ബേബി. ചെറുപ്പം തൊട്ടേ ബേബിക്ക് സിസിലിയെ ഇഷ്ടമാണ്. അതിന് മകൻ്റെ പിന്തുണയും കൂടിയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇരുവർക്കിടയിൽ മറ്റ് 2 പ്രശ്നം കൂടി സംഭവിക്കുന്നു. അതിൽ നിന്ന് ബേബിയും സിബിയും എങ്ങനെ പുറത്തു വരുമെന്നതാണ് സിനിമ പറയുന്നത്. അതിങ്ങനെ കോമഡി ട്രാക്കിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് തിരക്കഥാകൃത്ത് രാജേഷ് പിന്നാടൻ നടത്തിയിരിക്കുന്നത്. പ്രണയത്തിൻ്റെയും കോമഡിയുടെയും മേൻപൊടിയോടെ മുന്നോട്ട് പോകുന്ന ചിത്രത്തിൽ അപ്രതീക്ഷിതമായി ചില ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം. മറ്റാരോടും തുറന്നു പറയാൻ സാധിക്കാതെ സമൂഹം എങ്ങനെ നോക്കിക്കാണുമെന്ന പേടിയോടെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങളും ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഒരു തെക്കൻ തല്ല് കേസ്, പൃഥ്വിരാജ് ചിത്രം, വിലായത്ത് ബുദ്ധ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥയും രാജേഷിൻ്റെതാണ്. കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് രാജേഷ് തിരക്കഥ ഒരുക്കിയതെങ്കിലും വേണ്ട വിധത്തിൽ മിക്ക കൗണ്ടറുകളും വർക്കായിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞതിൻ്റെ പ്രശ്നമാണ് ചിത്രം നേരിടുന്ന മറ്റൊരു കാര്യം. 3 പ്രണയങ്ങളെ പറയാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ പലതും പാതി നിർത്തിയിട്ട് അടുത്തിലേക്ക് ചാടിയ ഒരു ഫീലുണ്ടായിരുന്നു. ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് സ്വിച്ചിട്ട പോലെ അടുത്തിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും സംവിധായകരും എഴുത്തുകാരനും ശ്രമിച്ചിട്ടില്ല. പിന്നീട് പ്രേക്ഷകർക്ക് അക്കാര്യം ക്ലിയർ ചെയ്യാൻ മറ്റൊരു സീൻ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നൂല് പൊട്ടിയതുപോലെ ചിതറി പറഞ്ഞുപോയ ഒന്നിനെ ക്ലൈമാക്സിലെത്തിച്ച് ശുഭമാക്കിയിരിക്കുകയാണ് സംവിധായകരായ എബി ട്രീസ പോളും ആൻഡോ ജോസ് പരേരയും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലയാളം അടുത്ത കാലത്തായി പറയാൻ ധൈര്യം കാണിച്ച ഒരു കാര്യത്തെ സിനിമയുടെ പ്രധാന ലെയറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തിടെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ മനസ്സിലേക്ക് വരികയും ചെയ്യും. കഥയുടെ മർമ്മപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് അതെന്താണെന്ന് പറയുന്നില്ല. പക്ഷേ അത് സിനിമയ്ക്കുള്ളിലേക്ക് ചേർത്ത് വെച്ച രീതിയും പ്രോഗ്രസീവായ രക്ഷിതാക്കളാക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷനും എളുപ്പത്തിൽ സംഭവിച്ചു. ചില കാര്യങ്ങൾ സീരിയസ് ആയി പറയുമ്പോൾ കോമഡിയായി തോന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയും നേരിടുന്നുണ്ട്. പ്രകടനത്തിലേക്ക് വന്നാൽ ഷെയ്ൻ നിഗം ഏൽപ്പിച്ച ജോലി നല്ല വെടിപ്പായി ചെയ്തിട്ടുണ്ട്. ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകനായി ഷെയ്ൻ മാറിയിട്ടുണ്ട്. സ്ഥിരം കൊച്ചി സ്ലാങ് കഷ്ടപ്പെട്ട് ഷെയ്ൻ മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. എങ്കിലും ചിലയിടത്ത് അയാളത് ബുദ്ധിമുട്ടി പറയുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കഥാപാത്രത്തിൻ്റെ ഭാരം ഷെയ്നിന് പലപ്പോഴും താങ്ങാവുന്നതിനപ്പുറത്താണ്. അതായത് സിബി എന്ന കഥാപാത്രം ഷെയ്നിന് എടുത്താൽ പോകുന്നതേ ആയിരുന്നില്ല. പക്ഷേ അയാളുടെ സ്വാഭാവിക അഭിനയം കൊണ്ട് അത് കുറച്ചെങ്കിലും മറികടന്നിട്ടുണ്ട്. സിബിയുടെ അച്ഛനായാണ് ബാബുരാജ് ചിത്രത്തിൽ എത്തുന്നത്. യഥാർത്ഥത്തിൽ ബാബുരാജാണ് ചിത്രത്തിൽ നായകൻ. ഇത്രയും കാലത്തെ ബാബുരാജിൻ്റെ അഭിനയ പരിചയം ചിത്രത്തിന് നല്ലതുപോലെ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ബാബുരാജിൻ്റെ കോമഡി റോഡുകൾ വൻ ഹിറ്റായിരുന്നല്ലോ. ആ ട്രാക്ക് പിടിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് നല്ല രസമായി ചെയ്തിട്ടുമുണ്ട്. ചില തമാശകൾ ചിരി കൊണ്ടുവരുന്നതായിരുന്നു. ചില സിനിമകൾ കാണുമ്പോൾ ആ സീനുകളിൽ ഇല്ലാത്ത കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കുമെന്ന് ചിന്തിക്കില്ല. സിനിമയിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുപോകുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അവരവരുടെ സമയത്ത് കാർട്ടനപ്പുറത്ത് നിന്ന് സീനിലേക്ക് കയറി വരുന്ന ഒരു ഫീൽ. നായികയെ എത്തിയ മഹിമക്ക് പറഞ്ഞു കൊടുത്തത് അതുപോലെ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അവരുടെ കഥാപാത്രം ആ ഡയലോഗ് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നും മനസ്സിലായതുമില്ല. ചിത്രം കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കോമഡിയാക്കാൻ ക്ലൈമാക്സിൽ അവർ പറയുന്നത് നല്ല ക്രിഞ്ചായിരുന്നു. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെയ്നും മഹിമ നമ്പ്യാരും വീണ്ടും ഒന്നിക്കുന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ ലിറ്റിൽ ഹേർട്സ് ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ RDXൽ പ്രേക്ഷകർ കിട്ടിയ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയുടെ പകുതി പോലും ഇവിടെ ആവർത്തിച്ചില്ല. അതുപോലെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ച മറ്റൊരു കഥാപാത്രമാണ് രഞ്ജി പണിക്കരുടേത്. അല്ലെങ്കിൽ തന്നെ ഒരു മസിൽ പിടുത്തം മൂപ്പർക്കുണ്ട്. ഇവിടെ അതിൻ്റെ മറ്റൊരു വേർഷൻ. രമ്യ സുവി, മാലാ പാർവതി, ജാഫർ ഇടുക്കി, ഷമ്മി തിലകൻ, പൊന്നമ്മ ബാബു എന്നിവരൊക്കെ അവരവരുടെ സമയത്ത് കയറി വന്ന് അഭിനയിച്ചങ്ങ് പോയി. ചിത്രത്തിലെ ഒരു പോസിറ്റീവ് ലൊക്കേഷനായിരുന്നു. കോടമഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന നാട്ടിൻപുറം നല്ലൊരു ഫ്രഷ് ഫീൽ നൽകുന്നതായിരുന്നു. ഏലത്തോട്ടവും നല്ല പച്ച പുതച്ച മലഞ്ചെരുവുകളും നല്ല ഫ്രെയിമുകളായി കണ്ണിലങ്ങനെ നിറയുന്നുണ്ട്. ലുക്ക് ജോസാണ് ഇത് പകർത്തിയിരിക്കുന്നത്. നൗഫൽ അബ്ദുള്ള അതിലും ഭംഗിയായി എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയേറെ പാട്ടുകളുള്ള ഒരു ചിത്രം മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. 7 പാട്ടുകളുണ്ട് ചിത്രത്തിൽ. ചിലത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു പാട്ട് കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ അടുത്ത പാട്ട് പ്ലേസ് ചെയ്തത് കഥയുടെ ഒഴുക്കിനെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. കൈലാസ് മേനോനാണ് ചിത്രത്തിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയെ സംബന്ധിച്ച് പ്രണയം പ്രധാന ലെയറാണല്ലോ. ഈ ചിത്രത്തിലേക്ക് വന്നാൽ 3 പ്രണയവും അവയുടെ കഥകളുമാണ് മറ്റു പ്രണയ ചിത്രങ്ങളിൽ നിന്നും ലിറ്റിൽ ഹാർട്സിനെ വ്യത്യസ്തമാക്കുന്നത്. അതിൽ തന്നെ ഗൗരവമുള്ള ഒന്നിനെ പറയാൻ കൂടി ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു വട്ടം കാണാവുന്ന ചിത്രമായി പ്രമേയം കൊണ്ട് ലിറ്റിൽ ഹാർട്സ് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.